ഈ വീഡിയോ ഒന്ന് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഉപകാരപ്പെടും. ഞാൻ മാനുവൽ ഗിയർ, ആ ക്ലച്ചൊക്കെ ചവിട്ടി ഗിയറൊക്കെ മാറ്റി ശരിക്കുള്ള ഡ്രൈവിംഗ് ത്രില്ല് ആസ്വദിക്കുന്നവർക്ക് ഞാൻ തന്നെ വേണം. മൈലേജും പവറും ഞാൻ തരാം, പക്ഷേ ട്രാഫിക്കിൽ പെട്ടാൽ ക്ലച്ച് ചവിട്ടി കാൽ ക്ഷീണിക്കും. ഞാൻ IMT ഗിയർ, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ക്ലച്ച് ഇല്ലാതെ മാനുവൽ കാർ ഓടിച്ചാ എങ്ങനെയിരിക്കും? അതാണ് ഞാൻ. ഞാൻ AMT, ഓട്ടോമേറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. യഥാർത്ഥത്തിൽ ഒരു മാനുവൽ ഗിയർ ബോക്സ് ആണ്, എന്നാൽ ഗിയർ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആക്കി നിയന്ത്രിക്കുന്നതേ ഉള്ളൂ. കുറഞ്ഞ ചെലവിൽ ഓട്ടോമാറ്റിക്കിന്റെ സുഖവും പിന്നെ മൈലേജും. പക്ഷേ ഗിയർ മാറുമ്പോ എന്റെ ഉള്ളിലെ മടിയൻ റോബോട്ട് ഒന്ന് കുലുക്കും. ഞാൻ CVT, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ഗിയർ മാറുന്നത് നമ്മൾ അറിയില്ല, അത്രയ്ക്കും സ്മൂത്ത്. പക്ഷെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വണ്ടി കുതിക്കാൻ താമസം എടുക്കും, നമ്മുടെ ആക്ടിവ സ്കൂട്ടറൊക്കെ പോലെ. ഞാൻ ടോർക്ക് കൺവേർട്ടർ, ഓയിൽ കൂടെ പവർ കൊടുക്കുന്ന ഒറിജിനൽ ഓട്ടോമാറ്റിക്. മറ്റുള്ളവരെ പോലെ ഞാൻ പണി തരില്ല, റിലയബിൾ ആണ്, പക്ഷെ മൈലേജ് കുറവായി. ഈ വീഡിയോ ഒന്ന് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഉപകാരപ്പെടും. ഞാൻ മാനുവൽ ഗിയർ, ആ ക്ലച്ചൊക്കെ ചവിട്ടി ഗിയറൊക്കെ മാറ്റി ശരിക്കുള്ള ഡ്രൈവിംഗ് ത്രില്ല് ആസ്വദിക്കുന്നവർക്ക് ഞാൻ തന്നെ വേണം. മൈലേജും പവറും ഞാൻ തരാം, പക്ഷേ ട്രാഫിക്കിൽ പെട്ടാൽ ക്ലച്ച് ചവിട്ടി കാൽ ക്ഷീണിക്കും. ഞാൻ IMT ഗിയർ, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ക്ലച്ച് ഇല്ലാതെ മാനുവൽ കാർ ഓടിച്ചാ എങ്ങനെയിരിക്കും? അതാണ് ഞാൻ. ഞാൻ AMT, ഓട്ടോമേറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. യഥാർത്ഥത്തിൽ ഒരു മാനുവൽ ഗിയർ ബോക്സ് ആണ്, എന്നാൽ ഗിയർ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആക്കി നിയന്ത്രിക്കുന്നതേ ഉള്ളൂ. കുറഞ്ഞ ചെലവിൽ ഓട്ടോമാറ്റിക്കിന്റെ സുഖവും പിന്നെ മൈലേജും. പക്ഷേ ഗിയർ മാറുമ്പോ എന്റെ ഉള്ളിലെ മടിയൻ റോബോട്ട് ഒന്ന് കുലുക്കും. ഞാൻ CVT, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ഗിയർ മാറുന്നത് നമ്മൾ അറിയില്ല, അത്രയ്ക്കും സ്മൂത്ത്. പക്ഷെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വണ്ടി കുതിക്കാൻ താമസം എടുക്കും, നമ്മുടെ ആക്ടിവ സ്കൂട്ടറൊക്കെ പോലെ. ഞാൻ ടോർക്ക് കൺവേർട്ടർ, ഓയിൽ കൂടെ പവർ കൊടുക്കുന്ന ഒറിജിനൽ ഓട്ടോമാറ്റിക്. മറ്റുള്ളവരെ പോലെ ഞാൻ പണി തരില്ല, റിലയബിൾ ആണ്, പക്ഷെ മൈലേജ് കുറവായി.